അളവില്ലാതെ നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ. നീതി തല്ലാതെ കടപ്പാനാവരുതേ. ഓ നീതി തല്ലാതെ കടപ്പാനാവരുതേ. അളവില്ലാതെ 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 നിറയണമേ. ഓ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായ നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലാതെ. നീ കൂടെ പോൽ ഉണ്ടെങ്കിൽ എനിക്കാരുമില്ലാതെ. അതരങ്ങളെ തുറന്ന് അല്പസമയം ദൈവസാന്നിധ്യത്തെ ചോദിച്ചാട്ടെ. ദൈവസാന്നിധ്യത്തെ ഞങ്ങളുടെ മേലേക്കൊന്ന് പകരണമേ. ആത്മസാന്നിധ്യത്തെ ഞങ്ങളുടെ മേലേക്കൊന്ന് പകരണമേ. എല്ലാവരും അതരങ്ങളെ തുറന്ന് അല്പസമയം കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. എനിക്കാരുമില്ലാതെ യേശുവല്ലാതെ എനിക്കാരുമില്ലാതെ. ഓ ആരുമില്ലാതെ എനിക്കാരുമില്ലാതെ എൻ യേശുവല്ലാതെ എനിക്കാരുമില്ലാതെ. പത്മോത്തിനേകതയിൽ സാന്നിധ്യം മതി എനിക്ക്. ഓരേവിനുന്നതിയിൽ പകൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പസ്മോസിൽ യോഹന്നാൻ അനുഭവിച്ചതുപോലെ ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽ കർത്താവ് നടമേൽ തുറക്കുവാനായി നമ്മൾ അതിരങ്ങളെ തുറന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഓരേവിൽ മോശയുടെ മേൽ പകർന്നതുപോലെ പസ്മോസിൽ യോഹന്നാൻ അനുഭവിച്ചതുപോലെ ഒരു ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. എത്ര പേര് കൊതിക്കുന്നുണ്ടെന്ന് പകൽ ദൈവസാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും നിൻ സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലാതെ. നീ കൂടെ പോരും ഇല്ലേ എനിക്കാരുമില്ലാതെ. ആരുമില്ലാതെ എനിക്കാരുമില്ലാതെ എൻ യേശുവേ
ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഞാനിന്ന് പകൽ ആയുസ്സോടെ ഇതിനകത്തിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിന്റെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിമ്പിലെ കാരണം ദൈവ സാന്നിധ്യമാണ്. നിന്റെ പിമ്പിൽ ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഒരു വളർച്ച ഉണ്ടാകുവാൻ ഇടയായിത്തീരും, നിന്നെ ഒരു കിളിർപ്പ് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ, ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ജനത്തിന്റെ മേൽ ആത്മസാന്നിധ്യം പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ. അസാധാരണമായ ആത്മസാന്നിധ്യം നമ്മൾ തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. അപ്പൻ ഇന്ന് പകൽ നിന്റെ അടുത്തുണ്ട്, സാന്നിധ്യം ഇന്ന് പകൽ നിന്റെ അടുത്തുണ്ട്. സാന്നിധ്യം മതി എനിക്ക് ഓരേവിലുന്നതിയിൽ, സാന്നിധ്യം മതി എനിക്ക് ഭസ്മോത്സിനേകതയിൽ, സാന്നിധ്യം മതി എനിക്ക് ഓരേവിലുന്നതിയിൽ, സാന്നിധ്യം മതി എനിക്ക് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടാരെങ്കിലും കടന്നു പോകുന്നുണ്ടോ? ഏകനായി ഒറ്റപ്പെട്ട് ആരും എന്നെ സഹായിക്കാനില്ല, ആരും എന്റെ അവസ്ഥകൾ കേൾക്കാനില്ല, ആരും എന്നെ അറിയാനില്ല. മകൾ ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം എന്ന മകൾ ഇവിടെയുണ്ട്. ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല, നീ കൂടെ പോകുന്നില്ലേ. ഈ പ്രാരംഭ മിനിറ്റിൽ തന്നെ അസാധാരണമായ ഒരു ആത്മസാന്നിധ്യം ചലിച്ചു തുടങ്ങുകയാണ്. ഈ പ്രാരംഭ നിമിഷം തന്നെ അസാധാരണമായ ഒരു ആത്മസാന്നിധ്യം ചലിച്ചു തുടങ്ങുകയാണ്. സാധാരണയിൽ കഴിഞ്ഞ സാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. ആ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം ശരീരത്തിനകത്ത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നിങ്ങളുടെ മുമ്പിൽ ഒന്നും അടയത്തില്ല, ഒരു വഴികളും നിങ്ങളുടെ മുമ്പിൽ അടയത്തില്ല. നിങ്ങളുടെ മുമ്പിൽ സാധ്യതകൾ തുറന്നു വരും, അത്ഭുതങ്ങൾ സംഭവിക്കും. വരുന്ന മഹത്വമേ, ഓ മഹത്വമേ, മഹത്വമേ, മഹത്വം ചലിക്കുന്നുണ്ട് കേട്ടോ. മഹത്വമേ, ദൈവ മഹത്വം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. മഹത്വമേ, മഹത്വമേ, പിന്മഴയായി വരുന്ന മഹത്വമേ, ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ, വലുതിലും വിശ്വസ്തനായി ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവരുണ്ടെങ്കിൽ മൗനമാകണം. അതരങ്ങളെ തുറന്ന് അല്പസമയം സ്തോത്രം ചെയ്ത് തുടങ്ങണം. അതരങ്ങളെ ചലിപ്പിച്ച് അല്പസമയം സ്തോത്രം ചെയ്ത് തുടങ്ങണം. കഴിയുമെങ്കിൽ ഇരു കരങ്ങളെയും സ്വർഗത്തിലെ ഉയർത്തി യേശുവേ എന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ അവൻ നിന്റെ അരികിലേക്ക് അടുത്തു വരുവാനുള്ളതായി തീരും. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത പ്രശ്നത്തിനകത്തേക്ക് ഇന്ന് പകൽ യേശു കടന്നു വരുവാനുള്ളതായി തീരും. ആർക്കും സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ യേശുവിന്റെ കരം ഇറങ്ങി വരുവാനുള്ളതായി തീരും. ഇന്ന് പകൽ നിന്റെ പുറകിലൊരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടെന്ന്, നിന്റെ പുറകിലൊരു ദൈവ കരമുണ്ടെന്ന് ഇന്ന് പകൽ അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുവാനുള്ളതായി തീരും. ആരുമില്ലാതെ ഏകനായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഏകനല്ല. നിന്റെ പുറകിലൊരു ദൈവ കരമുണ്ട്, നിന്റെ പുറകിലൊരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ട്.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അവരെ തുറക്കട്ടെ. ഓ മാതമേ മാതമേ മരണത്തെ അവൻ മരണത്തെ ജയിച്ചവനാണ്. അവൻ പാതാള ഗോപുരങ്ങളെ പരാജയപ്പെടുത്തിയവനാണ്. മാതമേ പിൻപടയായി വരുന്ന മാതമേ ഓ മാതമേ മാതമേ മരണത്തെ ജയിച്ച മാതമേ ഓ മാതമേ മാതമേ ഇന്ന് പകൽ മഹത്വം ഇതിനകത്ത് ചലിക്കുകയാണ്. ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കുകയാണ്. ദൈവമഹത്വം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവിനെ റോമാ സൈന്യം ഒരുമിച്ച് കല്ലറയ്ക്കകത്ത് ഒതുക്കി കളയാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ മഹത്വം അതിനകത്ത് ഇറങ്ങി മൂന്നാമത്തെ പകൽ കല്ലറയെ ഭേദിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ആർക്കും നിന്നെ അതിനെ തുറന്ന വരികൾ മാത്രമേ ഏറ്റുപാടാമൂ. ഇന്ന് പകൽ എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തെ മരിച്ച വിഷയങ്ങള്, നിന്റെ ജീവിതത്തിനകത്തെ ജീവനില്ലാത്ത വിഷയങ്ങള് ഇന്ന് പകൽ അത് ജീവൻ വെക്കുവാനിടയായി തീരും. വരികൾ മാത്രം ഒന്ന് ഏറ്റുപാടിയാട്ടെ. സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ഇന്ന് പകൽ ഈ വരികൾ ഏറ്റുപാടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വരികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ വാഗ്ദത്തത്തിൻ സമയമാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ഇത് നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന സമയമാണ്. നീ കേട്ട ദൈവ ശബ്ദങ്ങൾ നിവർത്തിക്കപ്പെടുന്ന പകലാണ്. എന്നോട് ദൈവം സംസാരിച്ച ദൈവ ശബ്ദങ്ങൾ അതിന്റെ പ്രാവർത്തിക പദത്തിലേക്ക് അത് തുറക്കുന്ന പകലാണ്. ദിനങ്ങളാണിത് യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രണ്ട് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? നിങ്ങളുടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ആ വരികളൊന്ന് ഏറ്റുപാടാമോ? മറ്റാരെയും ശ്രദ്ധിക്കണ്ട, ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണ്ട. നിന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട്
പിതാവേ വാഗ്ദത്തത്തിൻ സമയമാണിത്. ദൈവമഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. എന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണെന്ന് പറയാൻ പറ്റുമോ? മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഹൃദയത്തിലേക്കൊന്ന് കരങ്ങൾ വെച്ചിട്ട് പറ, യാക്കോബിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. യാക്കോബിന്റെ ജീവിതം തിരിഞ്ഞത്. തലകണയായി കല്ല് മാത്രമുള്ളപ്പോഴാണ് യാക്കോബിന്റെ ജീവിതം തിരിഞ്ഞത്. ഇന്ന് പകൽ നിന്റെ ജീവിതം തിരിയാൻ പോകുകയോ? ഇന്ന് പകൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയോ? ഇതുവരെ മാറ്റമില്ലാത്ത അവസ്ഥയ്ക്ക്, ഇതുവരെ ചലനമില്ലാത്ത മേഖലയ്ക്ക് ഇന്ന് പകൽ ഒരു ചലനം സംഭവിക്കാൻ പോകുകയോ? ഒരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അതെന്റെ ജീവിതത്തിലാകണം, അത് എന്റെ മേലാകണം, അതെന്റെ കുടുംബത്തിനകത്താകണം?
തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. ദൈവപ്രവർത്തികൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ വഴിമാറട്ടെ. ദൈവപ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വിരോധങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കരുതിടുമ്പോൾ ഉണയായാലും ഇല്ലെങ്കിലോ ആരെങ്കിലും ഇന്ന് മകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഇന്ന് മകൾ ദൈവസാന്നിധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി വഴികളെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് മകൾ ഇതിനകത്ത് ഉണ്ട്. മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. കഴിയുമെങ്കിൽ അതരങ്ങളെ തുറന്ന് ഇരുകരങ്ങളെ തട്ടി, ഇരുകരങ്ങളെ തട്ടി യേശുവിനെ ഒന്ന് ആരാധിച്ച്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ മഹത്വത്തിന് യോഗ്യനാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനാണ്. ഇരുകരങ്ങളെ തട്ടി, ഇരുകരങ്ങളെ തട്ടി. അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്രയമേ, അതിശയമേ എൻ ജീവിതം, അത്ഭുതമേ ആശ്രയമേ, അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ അതിശയമായി, ആശ്രയമേ, ദൈവത്തിന്റെ കരുതൽ അതിശയമേ നിനക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. എൻ ജീവിതം. Yes. കൃപയാൽ എന്നെ ഉയർത്തുടി, വാദികളെ നീ തള്ളി. കൃപയാൽ എന്നെ ഉയർത്തുടി, യേശുവേ, വാതിലുകളെ നീ തുറന്നു. വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ, കരങ്ങളെ തുറന്ന് വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ, അത്ഭുതമേ ആശ്രയമേ, അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്രയമേ, അതിശയമേ എൻ ജീവിതം. ഓ അത്ഭുതമേ ആശ്രയമേ, അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്രയമേ, ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ, അതിശയമേ ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നതെങ്കിൽ
കരങ്ങളെ തുറന്ന് പറയാമോ കർത്താവേ, ഇന്ന് പകൽ എന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതത്തെ ചെയ്യണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കണമേ. അങ്ങയുടെ അത്ഭുതത്തെ സ്വീകരിക്കാം. മകൾ എന്നെ തന്നെ ഒരുക്കി തരികയമ്മ. വരികൾ മാത്രം വന്നേറ്റ് പാടാമോ? അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ, അതുമുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തല്ലാതെ കടക്കാനാകരുതേ, ഓ നീന്തല്ലാതെ കടക്കാനാകരുതേ. അളവില്ലാതെ 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 ദൈവസാന്നിധ്യമുള്ളവൻ ഒരിടത്തും തോറ്റുപോകത്തില്ല കേട്ടോ. ദൈവസാന്നിധ്യമുള്ളവൻ ഒരിടത്തും പരാജയപ്പെട്ടു പോകത്തില്ല കേട്ടോ. ആത്മസാന്നിധ്യമുള്ളവന്റെ മുമ്പിൽ വഴികൾ അടയത്തില്ല കേട്ടോ. സാധ്യതകൾ തുറന്നു വരും. ആത്മസാന്നിധ്യമുള്ളവന്റെ ജീവിതത്തിനകത്ത് സാധ്യതകൾ തുറന്നു വരും. എത്രയൊക്കെ വഴികൾ അടയ്ക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ പിൻപോട്ട് വലിക്കാൻ ശ്രമിച്ചാലും, നിന്റെ മേൽ ആത്മസാന്നിധ്യം ചലിക്കുന്നുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നതെന്ന് നിനക്കൊരു ബോധ്യമുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്. ഇന്ന് മകൾ നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ മൗനമാകരുത്, മൗനമാകരുത്. ഇന്ന് മകൾ അതിനെ സ്വീകരിക്കുക. കരത്തെ അടിച്ചതിനെ സ്വീകരിക്കുക. വായികൾ തുറന്ന് അവിടുന്ന് സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ
യേശുവിനെ എന്റെ മേലെ കൊന്നിടണമേ. ഓ അടകജലം തുടരാതലം വൈഡപ്രവനം തുടിവിരിയം ബലാതക അടകജാറകർത്തേരിയന്തൻ പ്രബാലവ. ഏലീശയുടെ മേലിൽ പുതപ്പ് വീണപ്പോൾ ഏലീശയുടെ ജീവിതം തിരിയുവാനിടയായിത്തീർന്നു. ഏലീശയുടെ മേലിൽ പുതപ്പ് വീണപ്പോൾ ഏലീശയുടെ അവസ്ഥകൾ മാറുവാനിടയായിത്തീർന്നു. ഏലീശയുടെ നിയോഗങ്ങൾ തുറന്നു വരുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ തുറന്നു വരുവാനിടയായിത്തീരും. ആരൊക്കെ നിന്റെ നിയോഗത്തെ അടയ്ക്കാൻ ശ്രമിച്ചാൽ, ആരൊക്കെ നിന്നെ വഴിമാറ്റാൻ ശ്രമിച്ചാലും വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, നിന്റെ അവകാശത്തെ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ഗിദെയോനെ പോലെ പരാക്രമശാലിയാകാൻ കഴിയുമെങ്കിൽ നിന്റെ ഗോതമ്പ് ഇന്ത്യന്റെ കയ്യിൽ പോകത്തില്ല, നിന്റെ അവകാശം ഇന്ത്യന്റെ കയ്യിൽ പോകത്തില്ല. നീ കഷ്ടപ്പെട്ടത്, നീ കണ്ണീരൊഴുക്കിയത് ശത്രു അവഹരിച്ചു കൊണ്ടുപോകാൻ, അവൻ അവഹരിക്കുവാൻ, അവന്റെ കൈവശം വെക്കുവാൻ ഇന്നു പകൽ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഒരു പരാക്രമശാലിയായി മാറാൻ തയ്യാറാണെങ്കിൽ, ഒരു പരാക്രമശാലിയായി മാറാൻ കഴിയുമെങ്കിൽ ഇന്നു പകൽ ആത്മസാന്നിധ്യത്തോടെ യേശുവിന്റെ നാമത്തിൽ മകൾ പരാക്രമശാലികൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റിരുന്നാണ് ദിവസം, എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ നടത്തി നിൽക്കുന്ന ആളോട് പറയാമോ, നമ്മൾ ഇനി ഒരുമിച്ച് ദൈവസാന്നിധ്യത്തെ സ്വീകരിക്കാൻ പോകുകയാണ്. നടത്തി നിൽക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, നമ്മൾ ദൈവസാന്നിധ്യത്തെ ഇനി സ്വീകരിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ പറയാമോ, ഞാൻ ഇനി എങ്ങനെ ആരാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ചാടും, ചിലപ്പോൾ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പറഞ്ഞാട്ടെ, ഇന്നുപോലെ ചേർന്നവർ ഒരു പുതപ്പ് വീടുന്നിട്ട് കർത്താവിനോട് പറയുന്നു. പുതിയ നിയോഗത്തിന്റെ പുതപ്പ് വീടുന്നിട്ട് കർത്താവിനോട് പറയുന്നു. ഇല്ല ഇല്ല, ഇനിയും നിന്റെ ഗോതമ്പ് വിദ്യാൻ കൊണ്ടുപോകത്തില്ല, ഇനിയും നിന്റെ അവകാശം വിദ്യാൻ കൊണ്ടുപോകത്തില്ല. നീ കഷ്ടപ്പെട്ടത് ഇനിയും വിദ്യാൻ കൊണ്ടുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനി അവൻ അവഹരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇനിയും ശത്രു കൊണ്ടുപോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ പരാക്രമശാലികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കരമടിച്ച് അതരങ്ങളെ തുറന്ന് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ അവകാശത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ച് എടുത്ത് നിന്റെ കരത്തിലേക്ക് അവൻ കൊണ്ടുവരും. വിട്ടുതരത്തില്ലെന്ന് പറയുന്നതിന്റെ കയ്യിൽ നിന്ന് നിന്റെ അവകാശത്തെ പിടിച്ച് എടുത്ത് ആർക്കായിന്ന് മകൾ ദൂതിനെ വേണ്ടത്? ആരായിന്ന് മകൾ ദൂതിനെ സ്വീകരിക്കുന്നത്? വിട്ടുകൊടുക്കരുത്. ഒരു പരാക്രമശാലിയെ പോലെ ആരാധിക്കുക, ഒരു പരാക്രമശാലിയെ പോലെ ആരാധിക്കുക. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച വൈശ്വവരം
വേണ്ടി കരുതുന്ന ദൈവം, എന്റെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്റെ യേശുവൻ. പിശാച് കേൾക്ക പറ, ശത്രു കേൾക്ക പറ, എന്നെ കൈവിടാത്തവൻ, എന്റെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, എനിക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവൻ യേശു എന്റെ കൂടെ ഉണ്ടോ. നീ എത്രയൊക്കെ പരീക്ഷകൾ അടിച്ചുവിട്ടാൽ, നീ എത്രയൊക്കെ പ്രശ്നങ്ങൾ തുറന്നു വിട്ടാലും, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് എന്നേശുവിൻ കർത്താവ്. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി അങ്ങനെയുള്ള അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ തീച്ചൂടോടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയാണ്, നിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ കരമുണ്ട്. പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. വിഷയങ്ങൾ പരിഹരിക്കപ്പെടുകയോ പരിഹാരമില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ ദൈവം പരിഹരിക്കാൻ ദൈവമനുകൂലം അത് നന്നായി അറിയുന്നു ദൈവമനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ഓ പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പ്രേരിപ്പിക്കുന്നത് പോലെ എന്നും തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. തുതിപ്പിൻ തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാതിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ
എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാർബോടണച്ചിടുമേ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാർബോടണച്ചിടുമേ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ഘോഷിക്കും സന്തോഷത്താൽ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ഘോഷിക്കും സന്തോഷത്താൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ മനക്ലേശങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ ഉള്ളത്തിൽ വന്നതിനാൽ എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയവേ എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയവേ വീണ്ടും വന്നിടുമേ കോടി കണ്ടൂതരുമായി വീണ്ടും വന്നിടുമേ കോടി കണ്ടൂതരുമായി ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ പാതരത്തിൽ കർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതരത്തിൽ കർത്തനവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാ നിന്നുടെ വരവിനായി കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാ നിന്നുടെ വരവിനായി കാഴ്ചകൾ നേരും ദിനം തോറുമേ കണ്ടവേ കണ്ണി വന്നിടേ കാഴ്ചകൾ നേരും ദിനം തോറുമേ കണ്ടവേ കണ്ണി വന്നിടേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാതരത്തിൽ സൃഷ്ടികർത്താവേ എന്റെ ഉള്ളത്തിൽ ആരാധനയ്ക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കാൻ കഴിയുമെങ്കിൽ പൗലോസിന്റെ ശീലാസിന്റെ ആരാധനയ്ക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ആരാധന ഇന്ന് പകൽ നിനക്ക് കിരിക്കുന്ന അടിസ്ഥാനങ്ങളെ ഇളക്കുന്നതായിരിക്കണം വിശ്വാസ നിനക്ക് കിരിക്കുന്ന അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന ആരാധനയായിരിക്കണം എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതരത്തിൽ സൃഷ്ടികർത്താവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതരത്തിൽ സൃഷ്ടികർത്താവേ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഒന്ന് രണ്ട് സെക്കൻഡുകൾ ഇനി ആരെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒന്ന് രണ്ട് മിനിറ്റ് ആരെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കണ്ണുകളെ അടച്ച് ആദരങ്ങളെ തുറന്ന് കരമടിക്കാൻ കഴിയുമെങ്കിൽ നല്ലവണ്ണം കരമടിച്ച് പൗലോസിന്റെയും ശീലാസിന്റെ ആരാധനയ്ക്ക് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ശത്രു വിട്ടിരിക്കുന്ന അടിസ്ഥാനത്തെ ഇന്ന് പകൽ നിന്റെ ആരാധനയ്ക്കകത്ത് ഇളകി ധരിക്കണം. ഇന്ന് പകൽ ഓ ശബരം കലവൈ ശബരാവല ദൂടവരം രഗതം തുടരം രഗലം തുടകം ശബരം തുടരം രഗതം നഗരം കലവൈ ശബരം കലവൈടവരം കലവൈടം തുടകം ശകരം തുടരം നന്ദകരാതല വൈ ശബരാവല ദൂടവരാവല വൈടവനാവേ തുടരാവല വൈടവനാവല ദൂടകരത്തല വൈ ശബരേ ഉടകം രഗനം തുടരം ശേരേ അർത്ഥേ രഗതേ തുടരേ നന്ദേ രഗതം തുടരേ അർത്ഥകരാതേ രേ തേരേ അടക ചാരകരം തേരേ ദൂടവരാവല വൈ ശേരേ നഗരം വന വൈ ശകരേ അർത്ഥകര
ചിലരെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ മറ്റാരും ശ്രദ്ധിക്കണ്ട. നിങ്ങൾ എങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട. നിങ്ങളുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച്, കർത്താവ് എന്റെ മേലേക്ക് ആത്മസാന്നിധ്യത്തെ പകരണമേ, എന്റെ ദേഹത്തേക്ക് ആത്മസാന്നിധ്യത്തെ കൈമാറണമേ, ആ പുതപ്പ് എന്റെ മേലേക്ക് ഇടണമേ, ആ പുതപ്പ് എന്റെ മേലേക്ക് ഇടണമേ. ചലനമേലേക്ക് അടുത്ത നിയോഗത്തിന്റെ പുതപ്പ്, അടുത്ത നിയോഗത്തിന്റെ പുതപ്പ് ചലനമേൽ വീഴുകയാ. ജനറേഷനെ പുറത്തു കൊണ്ടുവരാ, അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരാ. കർത്താവ് നിന്നെ തരുകയാ. അടുത്തൊരു നിയോഗത്തിന്റെ പുതപ്പ്, അടുത്തൊരു നിയോഗത്തിന്റെ പുതപ്പ്. എനിക്കറിയത്തില്ല, എന്നോട് അങ്ങനെ തന്നെ സംസാരിക്കുന്നു. വേണ്ടവരെ സ്വീകരിക്കുക, വേണ്ടവരതിനെ സ്വീകരിക്കുക. അടുത്തൊരു നിയോഗത്തിന്റെ പുതപ്പ് എല്ലാമേൽ വീഴുകയാ, വീഴുകയാ. എലീശ, നീ പുറത്തു വരാൻ സമയമായി. എലീശ, നീ പുറത്തു വരാൻ സമയമായി. ഏലിയാവ് ഒരു പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചെങ്കിൽ നീ പകുതി പുതപ്പ് കൊണ്ട് യോർദാനെ തുറക്കാൻ പോകുകയാണ്. ഒരു ഇസബേൽ അയച്ച ദൂതന്റെ മുമ്പിൽ ഏലിയാവ് പേടിച്ചു പോയെങ്കിൽ, ഏലീശ നോക്കിയ ഒരു രാജ്യം ഇളകി വന്നിട്ടും, ഒരു രാജ്യം ഇളകി വന്നിട്ടും അവന് കുലുക്കമില്ല. ഒരു രാജ്യം അവനെ തകർക്കാൻ ഇളകി വന്നിട്ടും ഏലിയാവ് ഒരു പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചെങ്കിൽ, ഏലീശ പകുതി പുതപ്പ് കൊണ്ട് പിടികിട്ടിയില്ല. ഏലിയ ഒരു പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചതെങ്കിൽ ഏലീശ പകുതി പുതപ്പ് കൊണ്ട്. ഈ ദൂതനെ ആർക്കാ വേണ്ടത്? എനിക്ക് ആ ശബ്ദം മാത്രം കേൾക്കാം. അടുത്ത നിയോഗത്തിന്റെ പുതപ്പ്. അത് നീയാണോ? ആരാത്? ആ ദൂതാരാ സ്വീകരിക്കുന്നത്? വേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ശബ്ദം കേൾക്കാം. അരാം സൈന്യം മുഴുവൻ ഇളകി വന്ന് നിന്നിട്ടും ഏലീശയ്ക്ക് കുലുക്കമില്ല. ഏലീശ പറയാം, എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്റെ കിടക്കുന്ന അഭിഷേകം എന്താ? ഇരട്ടി പങ്കാ എന്റെ മേൽ കിടക്കുന്നത്, ഇരട്ടി പങ്കാ എന്റെ മേൽ കിടക്കുന്നത്. ആരും എന്റെ കൂടെ വേണ്ടെന്ന്, സൈന്യം എന്റെ കൂടെ വേണ്ടെന്ന്, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് സൈന്യം ഇറങ്ങി നിൽക്കുകയാ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. 1-2 മിനിറ്റുകൾ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എനിക്കറിയത്തില്ല, ഒരു ഇരട്ടി പങ്കാരണമേലോ ഇന്ന് പകൽ കർത്താവ് കൈമാറുകയാ. ഒരു ഇരട്ടി പങ്കാരണമേലോ കർത്താവ് കൈമാറുകയാ. അടുത്ത നിയോഗത്തിന്റെ പുതപ്പ് ആരുടെ മേലോ കർത്താവ് ഇടുകയാ. ദേവാസിനെ പ്രാർത്ഥിച്ചു, ഒരു പുതപ്പ് നിങ്ങളുടെ മേൽ ഇന്ന് പകൽ വീഴുകയാ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആ ദൂതിനെ സ്വീകരിക്കുക. അടുത്തൊരു നിയോഗത്തിന്റെ പുതപ്പ് നിന്റെ മേൽ കർത്താവ് കൈമാറുകയാ. അടുത്തൊരു ഏലീശയാക്കി ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോകുകയാ. ഒരു സൈന്യത്തിന് പേടിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ, ഒരു ശത്രു മണ്ഡലത്തിന് തകർക്കാൻ പറ്റാത്ത നിലയിൽ, ആർക്കും നിന്റെ വഴി അടയ്ക്കാൻ പറ്റാത്ത നിലയിൽ ഒരു പുതപ്പ് നിന്റെ മേൽ കർത്താവ് ഇന്ന് പകൽ ഇടുകയാ. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. കരമടിച്ച ദൂതിനെ സ്വീകരിക്കുക, കരമടിച്ച ദൂതിനെ സ്വീകരിക്കുക.
കരമടിച്ച് 1-2 മിനിറ്റ് കൂടെ. ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരമടിക്കണം. എന്റെ നിർബന്ധത്തിന് കരമടിക്കരുത്. എന്റെ ശബ്ദം കേട്ട് കരമടിക്കരുത്. ദൈവാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവ് നിന്നെ നിയോഗിക്കുന്നുണ്ടെങ്കിൽ കരമടിക്കണം. പരാക്രമശാലിയെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നീ? ഇല്ല, ഇവിടെ ആരും പരാക്രമശാലികളില്ല. പരാക്രമശാലിയെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നീ? ഓ, ആ തുറന്ന് പറ, അപ്പ അങ്ങനെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി എന്റെ ദൂതനെ നിന്റെ അരികിലേക്ക് ഞാൻ ഇറക്കാൻ പോകുകയാണ്. ആരും ഇറങ്ങി വരാൻ നിന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് പറയാം, ഞാൻ എന്റെ അവകാശത്തെ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ? എന്റെ അവകാശത്തെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. എന്റെ അവകാശത്തെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. ഉറക്കപ്പറ, ഉറക്കപ്പറ. എന്റെ അവകാശത്തെ വിട്ട് തരികയില്ല. ഞാൻ അധ്വാനിച്ചതാണെങ്കിൽ, ഞാൻ കഷ്ടപ്പെട്ടതാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചതാണെങ്കിൽ അത് നിനക്ക് കൊണ്ടുപോകാനുള്ളതല്ല, അത് നിനക്ക് അപകരിക്കാനുള്ളതല്ല, അത് നിനക്ക് പിടിച്ചു വെക്കാനുള്ളതല്ല, അത് എനിക്ക് അനുഭവിക്കാനുള്ളതാ. നീ അനുഭവിക്കേണ്ടതിന്, നീ കഷ്ടപ്പെട്ടതിന്, നീ കണ്ണീരൊഴുക്കിയതിന്, അവകാശം പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്നതിന് കയ്യിൽ നിന്ന് മകൾ കർത്താവ് അതിനെ പിടിച്ച് നിന്റെ കരത്തിലേക്ക് തരികയാ. പരാക്രമശാലിയായി മാറാം. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. എത്ര പേര് പറയും അടുത്ത നിയോഗത്തെ ചുമക്കാം, അടുത്ത നിയോഗത്തിന്റെ പുതപ്പിനെ സ്വീകരിക്കാം? ഞാൻ എന്നെ തന്നെ ഒരുക്കി തരികയാണ്. എത്ര പേര് പറയും ഇന്ന് മകൻ? എത്ര പേര് പറയും? സംസാരിക്കുന്നു